ഹായ്, നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഞവനി റോസ്റ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞവനി. നമ്മുടെ നാട്ടിൽ ഞവനി എന്നാണ് കേട്ടോ ഇതിനെ പറയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞവനി നന്നായി വൃത്തിയാക്കി ഈ കാണുന്ന പോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വൃത്തിയാക്കുമ്പോൾ ചുടുവെള്ളത്തിലാണ് കഴുകി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മുറിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളിത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് മസാല നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഇനി നമ്മളിതിലേക്ക് പച്ചമുളകും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് ഇനി വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കാരണം അത് അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു 7 വിസിലൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഞവനി വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്കത് റോസ്റ്റാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അതിലോട്ട് നമ്മൾക്ക് കുറച്ച് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വിസിലൊക്കെ ഇട്ട് എടുത്തതിന് ശേഷം ഞാൻ അത്രയും വെന്തിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു 3-4 വിസിലും കൂടെ വിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സവോള നന്നായി വഴറ്റിയെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരണം. എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്കായിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും മസാലകളാണ് കേട്ടോ, പൊടികളാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ഏകദേശം ഒരു ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുത്ത മസാലയിലോട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഞവനി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഞവനി ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് വരട്ടിയെടുക്കണേ. നമ്മളിതിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട. നമ്മൾ ഞവനിയും നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്നിങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി. അതും ഒരുപാട് നേരം വേണ്ട കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഡാർക്ക് കളറായി വരും. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയിലെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതായി കാണുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഞവനി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ കക്ക ഇറച്ചിയൊക്കെ ഇഷ്ടമാവുന്നവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.